എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് സെൻട്രൽ ഏഷ്യനെ പറ്റിയാണ്. പഴയ സോവിയറ്റ് രാജ്യങ്ങളായ സെൻട്രൽ ഏഷ്യനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, തജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട ഏരിയയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഫസ്റ്റ് ഏറ്റവും വലിയ സെൻട്രൽ ഏഷ്യ എന്നാണ് ഈ റീജിയനെ പറയുക. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യമായ കസാക്കിസ്ഥാനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. വേൾഡ്സ് ലാർജസ്റ്റ് ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ് കസാക്കിസ്ഥാൻ. ലോകത്തിലെ ഏറ്റവും വലിയ കടലുമായി ബന്ധമില്ലാത്ത ഒരു വലിയ രാജ്യമാണ്. ലോകത്തിലെ അങ്ങനത്തെ ഏറ്റവും വലിയ രാജ്യമാണ് കസാക്കിസ്ഥാൻ. അല്ലാതെ ലോകത്തിലെ 9ാമത്തെ ഏറ്റവും വലിയ രാജ്യമാണ് കസാക്കിസ്ഥാൻ. കാസ്പിയൻ ഡിപ്രഷനിലാണ് കസാക്കിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ടുർഗ് വാലി, കസാക്ക് അപ്ലാൻസ്, അൽത്താൽ മൗണ്ടെയ്ൻസ്, ടിയാൻഷാൻ മൗണ്ടെയ്ൻസ് എന്നീ ജിയോളജിക്കൽ ഫാക്ടേഴ്സ് കസാക്കിസ്ഥാനിലുണ്ട്. ടെൻജിസ് ഓയിൽ ഫീൽഡ് എന്ന ഓയിൽ ഫീൽഡ് ആണ് ലോകത്തിലെ വൺ ഓഫ് ദി മോസ്റ്റ് ലാർജസ്റ്റ് ഓയിൽ ഫീൽഡാണ് ഈ ടെൻജിസ് ഓയിൽ ഫീൽഡ്. അത് കസാക്കിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓയിൽ എക്സ്പോർട്ടിങ്ങും അവരുടെ ഒരു GDPയുടെ മെയിൻ കാരണമാണ്. സെൻട്രൽ ഏഷ്യയുടെ 60% GDPയും വരുന്നത് കസാക്കിസ്ഥാനിൽ നിന്നാണ്. ഏതാണ്ട് 18.1 മില്യണിലധികം ജനങ്ങൾ കസാക്കിസ്ഥാനിൽ ജീവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കസാക്കിസ്ഥാൻ ടെഞ്ച് ആണ് അവരുടെ കറൻസി എന്ന് പറയുന്നത്. ടെഞ്ച് ടൈപ്പ് C പ്ലഗ് ഔട്ട്ലെറ്റാണ് കസാക്കിസ്ഥാനിൽ ഉപയോഗിക്കുന്നത്. റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് കസാക്കിസ്ഥാനിൽ ഉപയോഗിക്കുന്നത്. നുർസുൽത്താൻ നസാർബയേവ് എന്നാണ് കസാക്കിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്ററിൻ്റെ പേര്. വളരെയധികം പ്രശസ്തമായ യുറാൽ പുഴ കസാക്കിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത്. കസാക്കിസ്ഥാനിലൂടെ ഒഴുകി റഷ്യയിലൂടെ ഒഴുകിയാണ് ആർട്ടിക് ഓഷൻ്റെ ഭാഗമായ ബാരൻസ് സീയിലാണ് അത് ചെന്ന് പതിക്കുന്നത്. കാസ്പിയൻ സീയുമായും അറാൽ സീയുമായും കസാക്കിസ്ഥാന് ബോർഡറിങ്ങുമുണ്ട്. അറാൽ സീ ഇപ്പോൾ ടോക്സിക്കേറ്റഡ് ആണ് എന്നാണ് പലവരും പറയുന്നത്. അതായത് പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് അറാൽ സീയിലുണ്ടായിരുന്ന ഒരു ഐലൻഡിൽ നിന്ന് സോവിയറ്റ് യൂണിയൻ്റെ പല വിഷ ജലങ്ങളും ഈ കടലിലേക്ക് അറിയാണ്ട് തള്ളിയതായി സോവിയറ്റ് യൂണിയൻ്റെ റെക്കോർഡ്സിൽ പറയുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് പലവരും ടോക്സിക്കേറ്റഡ് ആണെന്നും ടോക്സിക്കേറ്റഡ് അല്ല എന്നും അഭിപ്രായമുള്ളവർ ഉണ്ട്. പിന്നെ അവിടെ റൈറ്റ് ഡ്രൈവാണ്. നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ റോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് അവർ ഓടിക്കുക. ഞാൻ പറഞ്ഞല്ലോ. ഇനി അവിടുത്തെ ലേക്ക് ടഞ്ചീസ്, ലേക്ക് ബൽക്കാഷ്, അലാകുൽ എന്നീ ലേക്കുകളും കസാക്കിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. പല പല നദികൾ അതിൽ കൂടെ ഒഴുകുന്നുണ്ട്. ചില നദികളുടെ പേര് നമുക്ക് പറയുവാൻ പറ്റാത്തതിനാൽ ഞാൻ അതിവിടെ പറയുന്നില്ല. കസാക്കിസ്ഥാൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ ഇമ്പോർട്ടർ റഷ്യ ആയിരിക്കും. റഷ്യ, ചൈനയാണ് കസാക്കിസ്ഥാന് ഏറ്റവും കൂടുതൽ ട്രേഡ് ബന്ധമുള്ളത്. അല്ലാതെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, റഷ്യ ആണ് ഇവരുടെ ഏറ്റവും നല്ല ഫ്രണ്ടുകൾ. കാര്യം ഉസ്ബെക്കിസ്ഥാനും കിർഗിസ്ഥാനും ടർക്കിക് വംശത്തിലെ 3 രാജ്യങ്ങളാണ് ഈ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ. ഇവർ മൂന്നും ഒരു ഒറ്റ സഹോദരങ്ങളെ പോലെയാണ്. റഷ്യ പിന്നെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് കൊണ്ട് ബന്ധം കൊണ്ട് റഷ്യയുമായും നല്ല അടുത്ത ബന്ധമുണ്ട്. ഇതാണ് കസാക്കിസ്ഥാൻ. ഇനി ടർക്കിക് വംശത്തിലെ 2ാമത്തെ രാജ്യവും സോവിയറ്റ് യൂണിയനിലെ ഞാൻ പറയാവുന്ന 2ാമത്തെ രാജ്യവുമായ ഉസ്ബെക്കിസ്ഥാനെ പറ്റിയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉസ്ബെക്കിസ്ഥാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസാക്കിസ്ഥാനുമായി അറാൽ സീയെ ബോർഡർ ചെയ്യുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിലെ പ്രധാന നദിയുടെ പേരും എനിക്ക് പറയുവാൻ പറ്റാത്തതിനാൽ ഞാൻ പറയുന്നില്ല. ഉസ്ബെക്കിസ്ഥാനുമായിട്ട് ബോർഡറിംഗ് ആയിട്ടുള്ള രാജ്യങ്ങൾ കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ഉസ്ബെക്കിസ്ഥാനുമായി ബോർഡറിങ് ചെയ്യുന്ന രാജ്യങ്ങൾ. ഉസ്ബെക്കിസ്ഥാൻ ഒരു ഡബ്ലി ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. എന്ന് വെച്ചാൽ
ലാൻഡ് ലോക്ക്ഡ് കൺട്രി വെച്ച് ലാൻഡ് ലോക്ക്ഡ് ആയ ഒരു കൺട്രിയാണ് ഡബ്ലി ലാൻഡ് ലോക്ക്ഡ് എന്ന് പറയുന്നത്. രണ്ട് ഡബ്ലി ലാൻഡ് ലോക്ക്ഡ് കൺട്രികളെ ലോകത്തുള്ളൂ. അതിലൊരെണ്ണം ഈ ഉസ്ബെക്കിസ്ഥാനും വേറൊരെണ്ണം ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം യൂറോപ്പിലുമുണ്ട്. ഇതാണ് ഡബ്ലി ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ്. അതിലെ ഒരു വലിയ രാജ്യമാണ്, ഡബ്ലി ലാൻഡ് ലോക്ക്ഡ് കൺട്രീസിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. പിന്നെ ഫെർഗാന വാലി ഉസ്ബെക്കിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടാഷ്കണ്ടാണ് ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനം. പിന്നെ നമാൻഗൻ, സമർഖണ്ഡ് എന്നീ രണ്ട് സിറ്റികളും ഉസ്ബെക്കിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ ഏതാണ്ട് 53 എയർപോർട്ടുകളാണ് ഉള്ളത്. ഉസ്ട്രിയൂട്ട് പ്ലാറ്റ്യൂ എന്ന ഒരു പ്ലാറ്റ്യൂ ആണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. പിന്നെ കസ്രാത്ത് സുൽത്താൻ എന്ന മലനിരയാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും പൊക്കം കൂടിയ മലനിര. പിന്നെ പറയുകയാണെങ്കിൽ 10 നാച്ചുറൽ റിസർവ്സും 2 നാഷണൽ പാർക്സും ആണ് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. അവരുടെ നാഷണൽ ആനിമൽ വൈറ്റ് സ്റ്റോർക്ക് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്. 36 മില്യൺ ജനങ്ങളാണ് ഉസ്ബെക്കിസ്ഥാനിൽ താമസിക്കുന്നത്. സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും പോപ്പുലസ് ആയ കൺട്രിയാണ് ഉസ്ബെക്കിസ്ഥാൻ. സോം എന്നാണ് അവരുടെ കറൻസിയുടെ പേര്. ടൈപ്പ് C, E, F എന്നീ പ്ലഗ് ഔട്ട്ലെറ്റുകൾ ഉസ്ബെക്കിസ്ഥാനിൽ ഉപയോഗിക്കും. അവിടെയും റൈറ്റ് ഡ്രൈവ് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ പോലെ. ഇതാണ് ഉസ്ബെക്കിസ്ഥാൻ. ഇനി ഞാൻ പറയുന്നത് തജിക്കിസ്ഥാനെ പറ്റിയാണ്, ഈ വീഡിയോയിലെ 3ാമത്തെ രാജ്യം. അപ്പോൾ തജിക്കിസ്ഥാൻ ഇസ്മാലി സമോണി പീക്ക് എന്നാണ് അവിടുത്തെ ഏറ്റവും പൊക്കം കൂടിയ മലയുടെ പേര് എന്ന് പറയുന്നത്. ദുഷാൻബേ ആണ് അവരുടെ ക്യാപിറ്റൽ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലനിരയുള്ള 3ാമത്തെ രാജ്യമാണ് തജിക്കിസ്ഥാൻ എന്ന് പറയുന്നത്. 1ാമത്തെയും 2ാമത്തെയും നമ്മുടെ സ്വന്തം നേപ്പാളും ഭൂട്ടാനുമാണ്. 3ാമത്തെ തജിക്കിസ്ഥാനും. പിന്നെ 400-ലധികം നദികൾ ഈ കുഞ്ഞു രാജ്യമായ തജിക്കിസ്ഥാനിലൂടെ ഒഴുകുന്നുണ്ട് എന്ന ഒരു കാര്യം എന്നെ അമ്പരിപ്പിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ടോളസ്റ്റ് ഡാം ഇൻ ദി വേൾഡ് തജിക്കിസ്ഥാനിലാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കാസ്പിയൻ ടൈഗറാണ് കസാക്കിസ്ഥാനിലെ ഏറ്റവും അവരുടെ നാഷണൽ അനിമൽ എന്ന് പറയുന്നത്. 10 മില്യണാണ് അവരുടെ പോപ്പുലേഷൻ. പിന്നെ കമോണി എന്നാണ് അവരുടെ പൈസയുടെ അല്ലെങ്കിൽ കറൻസിയുടെ പേര്. ടൈപ്പ് C, I എന്നീ പ്ലഗ് ഔട്ട്ലെറ്റുകൾ തജിക്കിസ്ഥാനിൽ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ നമ്മുടെ ഇത്രയും പറഞ്ഞതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവും റോഡിൻ്റെ റൈറ്റ് സൈഡിലുമാണ് അവർ ഓടിക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലെ പോലെ തന്നെ. ഗുഷ്ടിഗിരി എന്നാണ് അവരുടെ നാഷണൽ സ്പോർട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഗുഷ്ടിഗിരി എന്നാണ് അവിടുത്തെ ഒരു സ്പോർട്ട്, നാഷണൽ സ്പോർട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഗുഷ്ടിഗിരി നമ്മളുടെ ഇവിടെ ഗുസ്തിയുമായി സാമ്യമുള്ള, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ റെസ്ലിങ്ങുമായി സാമ്യമുള്ള റെസ്ലിങ്ങിൻ്റെ തജിക്കിസ്ഥാൻ വേർഷനാണ് ഈ ഗുസ്തിഗിരി. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ തജിക്കിസ്ഥാൻ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് കിർഗിസ്ഥാനെ പറ്റിയാണ്. കിർഗിസ്ഥാൻ ബിഷ്കെക് എന്നാണ് അവരുടെ തലസ്ഥാനത്തിൻ്റെ പേര്. 7 ഒബ്ലാസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റ് എന്നാണ് അർത്ഥം. സ്റ്റേറ്റിന് അവരുടെ ഇതിൽ പറയുന്നതാണ് ഒബ്ലാസ്റ്റ് എന്ന്. 1000-ലധികം തടാകങ്ങളും 400-ലധികം റിവറും കനാലുകളും ഈ പറയുന്ന കിർഗിസ്ഥാൻ എന്ന ഈ കുഞ്ഞു രാജ്യത്തിലുണ്ട്. പിന്നെ 88-ലധികം മൗണ്ടെയിൻ റേഞ്ചസ് കിർഗിസ്ഥാനിലൂടെ കടന്നു പോകുന്നുണ്ട്. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ സലൈൻ ലേക്കും 2ാമത്തെ ഏറ്റവും ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ലേക്കും കിർഗിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6ാമത്തെ ഏറ്റവും വലിയ നോൺ പോളാർ ഗ്ലേഷ്യർ ആയ തെറ്റാണെങ്കിൽ പറയണം, ഇൻസ്റ്റിക് എന്ന് പറയുന്ന ഗ്ലേഷ്യർ
കിർഗിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പേരുകൾ പലതും എനിക്ക് നന്നായിട്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ക്ഷമിക്കണം, അത് എൻ്റെ സ്ലാങ്ങിൻ്റെ കുഴപ്പമാണ്. പിന്നെ വേൾഡ്സ് ലാർജസ്റ്റ് വാൾനട്ട് ഫോറസ്റ്റ്. വാൾനട്ട് എന്ന് പറയുന്ന ചെടിയുടെ ഒരു തരം നട്ടാണ്. ആ ചെടിയുടെ ഏറ്റവും വലിയ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എത്രയോ ഏക്കറുകളിലധികമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വാൾനട്ട് ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് കിർഗിസ്ഥാനിലാണ്. നാഷണൽ അനിമൽ എന്ന് പറയുന്നത് സ്നോ ലെപ്പാർഡാണ്. പിന്നെ ഏതാണ്ട് 6 മില്യണിലധികം ജനങ്ങൾ കിർഗിസ്ഥാൻ എന്ന ഈ കുഞ്ഞു രാജ്യത്ത് താമസിക്കുന്നുണ്ട്. സോം എന്നാണ് അവരുടെ കറൻസി പേര്. ടൈപ്പ് സി പ്ലഗ് ഔട്ട്ലെറ്റാണ് കിർഗിസ്ഥാനിൽ ഉപയോഗിച്ച് വരുന്നത്. നമ്മുടെ ഇന്ത്യയിലെ പോലെ റൈറ്റ് ഹാൻഡ് ഡ്രൈവും റോഡിൻ്റെ റൈറ്റ് സൈഡിലുമാണ് അവരെ ഓടിക്കുന്നത്. ചൈനയുമായും കസാക്കിസ്ഥാനുമായും തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായാണ് ഇവർക്ക് ബോർഡറിംഗ് ആയിട്ടുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് കിർഗിസ്ഥാൻ കഴിയുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് തുർക്ക്മെനിസ്ഥാനെ പറ്റിയാണ്. തുർക്ക്മെനിസ്ഥാൻ്റെ തലസ്ഥാനം അഷ്ഖാബാദ് എന്നാണ് തലസ്ഥാനത്തിൻ്റെ പേര്. തുർക്ക്മെനിസ്ഥാനിലേക്ക് വിസ കിട്ടുവാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. തുർക്ക്മെനിസ്ഥാനിൽ ഒരു ലേക്കുണ്ട്. ആ ലേക്കിൻ്റെ പേര് എനിക്ക് വായിൽ വരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ലേക്ക് ഏതാണ്ട് 110 മീറ്ററോ ഒറ്റ ഉള്ള ഒരു ഗ്യാപ്പ് കൊണ്ട് ആ ലേക്ക് കാസ്പിയൻ സീയുമായി കണക്റ്റാണ്. പക്ഷേ നമ്മൾ ഒരു മാപ്പിൽ നോക്കുമ്പോൾ അത് വേറൊരു ലേക്ക്, വേറൊരു കരയാൽ സറൗണ്ടഡ് ആയിട്ടുള്ള ഒരു ലേക്കായിട്ട് എന്നാണ് നമുക്ക് മാപ്പിൽ നോക്കുമ്പോൾ തോന്നുന്നത്. പക്ഷേ അത് കാസ്പിയൻ സീയുമായി കണക്റ്റഡാണ്. അത് വെറും ഏതാണ്ട് 110 മീറ്റർ ഒറ്റ മാത്രമാണ് ആ ഭാഗത്തിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ അവിടുത്തെ ഏറ്റവും 5 പ്രൊവിൻസസാണ് അവിടെയുള്ളത്. തുർക്ക്മെനാബാദ്, ദസോഗുസ് എന്നീ 2 സിറ്റികളാണ് അവിടുത്തെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വലിയ സിറ്റികൾ. പിന്നെ ലാർജസ്റ്റ് ആൻഡ് ബിസിയസ്റ്റ് എയർപോർട്ട് തുർക്ക്മെനിസ്ഥാനിലാണ് ഉള്ളത്. അത് ഈ തുർക്ക്മെൻ ബാഷി എന്ന സ്ഥലത്താണ് തുർക്ക്മെനിസ്ഥാൻ്റെ ഏറ്റവും ബിസിയസ്റ്റ് എയർപോർട്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഒരു സംഭവമാണ് കരാക്കും ഖാൻ. അങ്ങനെ ഒരു ഇത് തുർക്ക്മെനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കസാക്കിസ്ഥാനാണ് സെൻട്രൽ ഏഷ്യയുടെ 60% GDP നൽകുന്നത് കസാക്കിസ്ഥാനാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ GDP സെൻട്രൽ ഏഷ്യയിലുള്ളത് ഈ പറയുന്ന തുർക്ക്മെനിസ്ഥാനിലാണ്. പിന്നെ 9 നാച്ചുറൽ റിസർവുകളും തുർക്ക്മെനിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. 13 സാങ്ച്വറികളും തുർക്ക്മെനിസ്ഥാനിലുണ്ട്. ഏതാണ്ട് 6 മില്യണാണ് അവിടുത്തെ പോപ്പുലേഷൻ എന്ന് ഞാൻ ഈ ഘട്ടത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. ഈ ഭാഗത്തെ ഈ റീജിയണിലെ ഏറ്റവും ലീസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് കൺട്രി ആണ് തുർക്ക്മെനിസ്ഥാൻ. അവിടുത്തെ മനാത്ത് എന്നാണ് അവരുടെ കറൻസിയുടെ പേര്. ടൈപ്പ് B ആൻഡ് F പ്ലഗ് ഔട്ട്ലെറ്റുകളാണ് അവിടെ ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് ഡ്രൈവും റോഡിൻ്റെ റൈറ്റ് സൈഡിലുമാണ് അവർ വണ്ടി ഓടിക്കുന്നത്. പിന്നെ തുർക്ക്മെനിസ്ഥാൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അവർ 5 മെയിൻ ട്രൈബാണുള്ളത്. അതിൻ്റെ പേര് ടെക്കെ, യമൗർട്ട്, ഇറാസി, ചൗദുർ, സാർവാൻ എന്നീ 5 രാജ്യങ്ങൾ ആണ് അവിടെ ഉള്ളത്. പേര് എന്തെങ്കിലും പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഈ 5 ഇതിൽ ടെക്കെ